റോഷൻ ആൻഡ്രൂസിനൊപ്പം ഇത് റെഡ് കാർപ്പറ്റ് കൂടെ ഞാൻ മാത്തുക്കുട്ടി. ആദ്യം മുംബൈ പോലീസ് ആരെ വെച്ചായിരുന്നു പ്ലാൻ ചെയ്തത്? മുംബൈ പോലീസ് 2 ആക്ടേഴ്സിനെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. പിന്നീടാണ് പൃഥ്വിരാജിലേക്ക് വന്നത്. എപ്പോഴോ കേട്ടായിരുന്നു പൃഥ്വിരാജും മമ്മൂട്ടിയും ഒന്നിക്കുന്നു. ശരിയായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. റഹ്മാനെ തന്നെയായിരുന്നു ഏറ്റവും ആദ്യം തന്നെ? റഹ്മാൻ ആയിരുന്നില്ല, പിന്നീടാണ് വന്നത്. ഇതേവരെ ഒരു മമ്മൂട്ടി ചിത്രവും റോഷൻ ആൻഡ്രൂസിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. മമ്മൂക്കിയുടെ അടുത്ത് 2 സിനിമകൾ ഞങ്ങൾ ആലോചനയുമായിട്ട് ചെന്നതാണ്. 2 സിനിമകളും. അപ്പം ഞങ്ങൾ പറയുന്ന കഥകൾ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്ന അവസരമുണ്ട്. പിന്നെ മമ്മൂക്കയുടെ രീതിയിലൊരു സിനിമ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാനും സാധിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമകൾ ചെയ്യാം. ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും ബോബി സഞ്ജയുമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് മമ്മൂക്കയുടെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം എന്നെങ്കിലും അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിലൊരു സിനിമ ചെയ്യും, ഞാൻ അതിലൊന്ന് അഭിനയിക്കാം എന്ന് അദ്ദേഹം എന്നാണോ പറയുന്നത്, അന്ന് ബോബി സഞ്ജയ്, റോഷൻ ആൻഡ്രൂസ് ഒരു സിനിമ നമുക്ക് വേണ്ടി ചെയ്യും. ഉദയനാണ് താരം, ഇവിടം സ്വർഗമാണ്, കാസനോവ. മോഹൻലാലിനോടൊരു പ്രത്യേക മമതയുണ്ട്. ഞാൻ പറയുന്ന അദ്ദേഹം പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മമ്മൂക്കയുടെ കാര്യത്തിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നീട് ഇപ്പൊ ഇവൻ ഒരു സിനിമ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു സമയം, ഞങ്ങൾ പറഞ്ഞൊരു സമയവും തമ്മിൽ ഭയങ്കര വലിയൊരു ഗ്യാപ്പ് വന്നു. അദ്ദേഹം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുള്ള സമയം പറഞ്ഞു. അപ്പൊ അത്രയും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. കാരണം നമുക്ക് അത്രയും ബിസി ആയിട്ടുള്ള ആക്ടറാണ്, അറിയാമല്ലോ. അപ്പൊ അത്രയും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്കും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇതായി. ലാലേട്ടന്റെ അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉദയനാരായണൻ ചെയ്തു, ഇവിടം സ്വർഗമാണ് ചെയ്തു, ഇപ്പൊ കാസനോവ ചെയ്തു. ഇത് പിന്നെ ഇപ്പൊ ഒരു കഥ പോയി പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഉദയനാരത്തിൽ ചെയ്ത സംവിധായകനോടുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സഹകരണം അതുപോലെ ഉണ്ട്. ഇപ്പൊ 3 സിനിമ അദ്ദേഹത്തിന് വെച്ച് എനിക്ക് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. മമ്മൂക്ക് വെച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ളതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്, വലിയ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി കാരണം നമ്മൾ 3-4 തവണ 3-4 സിറ്റിംഗ് കഴിഞ്ഞു. ഇനിയും പോയി വീണ്ടും ഇരുന്ന് നമ്മൾ ഇതാവാൻ താല്പര്യം. ഇനി മമ്മൂക്ക വിളിക്കട്ടെ? ഇനി അങ്ങനെയല്ല, മമ്മൂക്ക വിളിക്കണം. മമ്മൂക്ക ഞങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു സിനിമ, ഞങ്ങളുടെ ഇഷ്ടത്തിലുള്ള സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് പുള്ളി വരണം. അത് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ അതൊരു അഹങ്കാരമായിട്ടല്ല പറയണം, ഞങ്ങൾക്ക് ഉറപ്പാണ്